എല്ലാ കൂട്ടുകാർക്കും ഇന്ന് നമസ്കാരം. നമ്മൾ വ്യത്യസ്തമായ വേറൊരു ഡിഷുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു കട്ട്ലേറ്റ് ആണ്. കൂമ്പ്, നമ്മുടെ വാഴക്കൂമ്പ് കൊണ്ട് എങ്ങനെ രുചികരമായ കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. കുട്ടികൾക്കൊക്കെ വളരെ പ്രിയപ്പെട്ട ഒരു ഐറ്റമാണ് കട്ട്ലേറ്റ്. അപ്പം വീഡിയോയിലേക്ക് പോകാം. ഒരു ചീനച്ചട്ടി സ്റ്റൗവിലേക്ക് വെച്ച് 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴത്തേന് നമ്മുടെ കുറച്ച് സ്പൈസസ് ചേർത്ത് കൊടുക്കാം. 2-3 ഏലക്ക, കറുവാപ്പട്ട, ഗ്രാമ്പൂ, നമ്മുടെ തക്കോലത്തിൻ്റെ ചെറിയ 1-2 പീസ്, കുരുമുളക്, ഇത്രയും സാധനം നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ സ്പൈസസ് ഒക്കെ മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ചെറുതായി പൊടിപൊടിയായിട്ട് അരിഞ്ഞ നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 10 അല്ലി വെളുത്തുള്ളിയുമാണ്. ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. 2 മീഡിയം സൈസ് സവാള ചെറുതായി അരിഞ്ഞത്, പൊടിയായി അരിഞ്ഞത്. ഇതിലേക്ക് നമുക്ക് 1 തണ്ട് കറിവേപ്പില കൂടി ചേർക്കാം. ഇനി ചെറുതായി അരിഞ്ഞ പച്ചമുളക്, ഒരു 3 അരിയുള്ള പച്ചമുളകാണ്. സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട് നമ്മളിപ്പം ഒരു ചെറിയ സ്പൂണ് ഉപ്പ് ചേർക്കുന്നു. ഇവിടെ ഉള്ളി ഒരുവിധം വഴന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 സ്പൂണ് മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കാം. വലിയ സ്പൂണ് കുരുമുളക് പൊടിയാണ്. അതുപോലെ തന്നെ 1 സ്പൂണ് നമ്മുടെ പെരിഞ്ജീരകവും എല്ലാം കൂടി ചേർത്ത് മിക്സ് ചെയ്ത് ഇറച്ചിക്കൂട്ട് മസാല, ഗരം മസാല എന്ന് പറയുന്ന സാധനം, ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാമേ. പൊടി ഐറ്റംസ് ഒക്കെ ഒരുവിധം മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു മീഡിയം സൈസ് കൂമ്പ് നന്നായി കഴുകി വൃത്തിയാക്കിയത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാമേ. ഇതൊരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഇതൊന്ന് വഴന്ന് കിട്ടാനായിട്ട് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. 1 പിടി മല്ലിയില അതും കൂടി ഇങ്ങനെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കി ചേർക്കാം. അപ്പോൾ നമ്മുടെ മിക്സൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്ത് ഒന്ന് ആറാൻ വേണ്ടി മാറ്റി വെക്കുക. ചൂട് മാറി കഴിയുന്നുണ്ടേ 2 ഉരുളൻകിഴങ്ങ് പുഴുങ്ങി പൊടിച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം മസാലകളെല്ലാം ചേർന്ന മിക്സ് ചൂടാറി കഴിഞ്ഞപ്പം നമ്മൾ പൊട്ടറ്റോ ഇട്ടു. അത് കഴിഞ്ഞ് ഉരുട്ടി ഇതുപോലെ കട്ട്ലേറ്റിൻ്റെ ഷേപ്പിലാക്കി നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ചെയ്യാനായിട്ടുള്ളത്, ഇതിൽ ഓരോ ബോൾസ് എടുക്കുക. 2 മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്കൊന്ന് മുക്കി ഇതുപോലെ ഇതൊന്ന് മുക്കി, ഇനി നമ്മുടെ ബ്രെഡ് പൊടി ഉണ്ടല്ലോ, ബ്രെഡ് ക്രംസ്, അതിലേക്കൊന്ന് ഡിപ്പ് ചെയ്തു. എന്നിട്ട് നമ്മൾ കടായിൽ ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് ചൂടായിരിക്കുകയാണ്. അതിലേക്ക് നമ്മൾ ഇത് ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ കൂട്ടുകാരെ, നമ്മുടെ ഹോം മെയ്ഡ് കട്ട്ലേറ്റ് റെഡിയായി വന്നിട്ടുണ്ട്. ഇത് വളരെ എളുപ്പമുള്ളൊരു ഡിഷാണ്. നിങ്ങൾ കണ്ടല്ലോ, എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബൈ.